ലണ്ടനിൽ നിന്നുള്ള മനോഹരമായ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം. പതിവ് പോലെ പുതിയ അനുഭവം തേടിയാണ് ഞാൻ ഇന്നും പുറപ്പെടുന്നത്. സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിലൂടെ ബ്രൈറ്റൺ റൂട്ടിൽ ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ലോക പ്രശസ്തമായ 7 സിസ്റ്റേഴ്സ് കൺട്രി പാർക്കിന്റെ കവാടത്തിലെത്തും. അവിടെ നിന്നും കക്മിയർ ഹെവനിലേക്ക് ഒരു ട്രെക്കിംഗ്. സമയം കിട്ടിയാൽ പീസ് ഹെവൻ തീരത്തേക്കും പോകണം. നല്ല കാലാവസ്ഥയാണ്, തെളിഞ്ഞ അന്തരീക്ഷം, ചൂടൽപ്പം കൂടുതലാണ്. ഇവിടെ മാത്രമല്ല, യൂറോപ്പിലാകെ ഈ വേനൽക്കാലത്ത് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ തെക്ക് കിഴക്ക് ഭാഗത്ത് 30 ഡിഗ്രിയിലധികം ചൂട് ഉയർന്നിരിക്കുന്നു. ഇന്നാട്ടിൽ ഇത്രയും ഉയർന്ന താപനില മുൻപ് രേഖപ്പെടുത്തിയതായി അറിവില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മറിച്ചാണ്. അന്തരീക്ഷത്തിൽ ഈർപ്പം നന്നായി കുറവായതിനാൽ ശരീരം വിയർക്കില്ല. ചൂട് പുറന്തള്ളാനാവാതെ ദേഹം ചുട്ടുപൊള്ളും. പൊള്ളലേൽക്കുമ്പോഴുള്ള ഒരു നീറ്റൽ. നാട്ടിൽ 35 ഡിഗ്രിക്ക് മേൽ ചൂട് അനുഭവിച്ച് പരിചയമുണ്ടെങ്കിലും ഇവിടുത്തെ ചൂട് സഹിക്കാനാവുന്നില്ല. ഈ യാത്രയ്ക്കായി വീട്ടിൽ നിന്നും ഇറങ്ങിയത് വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ്. ഇനി 4-5 മണിക്കൂർ ചുറ്റിയടിക്കണം. വേനൽക്കാലത്ത് രാത്രി 9 മണിക്ക് ശേഷമേ സൂര്യൻ അസ്തമിക്കൂ. കൃത്യസമയത്ത് തന്നെ ബസ് കിട്ടി. ഏകദേശം അരമണിക്കൂറിനകം 7 സിസ്റ്റേഴ്സ് കൺട്രി പാർക്കിന്റെ കവാടത്തിലെത്തി. ഇന്ന് നമ്മൾ പോകുന്ന കക്മിയർ ഹെവൻ ഇംഗ്ലണ്ടിന്റെ സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത്. ലോക പ്രശസ്തമായ 7 സിസ്റ്റേഴ്സ് മലനിരകളുടെ ഇടയിൽ കക്മിയർ നദി ഇംഗ്ലീഷ് ചാനലിലേക്ക് പതിക്കുന്ന സ്ഥലമാണ്. മനോഹരമായ ബീച്ചും ചുറ്റുമുള്ള ചുണ്ണാമ്പ് മലകളുടെ സാന്നിധ്യവും 7 സിസ്റ്റേഴ്സ് കൺട്രി പാർക്കിന്റെ സൗന്ദര്യവും ചേരുമ്പോൾ കക്മിയർ ഹെവൻ സഞ്ചാരികളുടെ മനം കവരും. വസന്തകാലത്ത് ഇവിടെ സന്ദർശിക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരാറുണ്ട്. ആ സമയത്ത് ലോകത്ത് സന്ദർശിക്കേണ്ട ബീച്ചുകളിൽ 2ാം സ്ഥാനമാണ് കക്മിയർ ഹെവൻ ഉള്ളത്. ഈ മനോഹര ഭൂപ്രദേശത്തിന് തൊട്ടടുത്ത് ഞാൻ താമസിക്കുവാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതുവരെ അവിടം വരെ പോകുവാൻ കഴിഞ്ഞിട്ടില്ല. വസന്തകാലത്ത് പോകാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ തിരക്കുകൾ മൂലം ആ യാത്രകളെല്ലാം മുടങ്ങി. അതിനാൽ ഇന്ന് രണ്ടും കൽപ്പിച്ച് പുറപ്പെടുകയായിരുന്നു. സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിന്റെ ഭാഗമായ ഈസ്റ്റ് ഡീനിലൂടെയാണ് ബസ് കടന്നു പോകുന്നത്. മുൻപ് പല വീഡിയോകളിലും ഈ പ്രദേശത്തിന്റെ പച്ചപ്പും പ്രകൃതി സൗന്ദര്യവും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന കാഴ്ച അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. മരതകപ്പച്ച വിരിച്ചു നിൽക്കാറുള്ള വിശാലമായ പുൽമേടുകൾ കനത്ത വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി സ്വർണ്ണനിറം പൂണ്ടു കിടക്കുന്നു. ലോകത്താകമാനമുള്ള കാലാവസ്ഥാ വ്യതിയാനം ബ്രിട്ടനിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു. വേനൽ ഇത്രയും കടുപ്പമായതിനാൽ മഞ്ഞുകാലവും ദുഷ്കരമാകുമെന്നാണ് പൊതുവെ കണക്കുകൂട്ടുന്നത്. ഒക്ടോബർ അവസാനത്തോടെയാണ് ഇവിടെ മഞ്ഞുകാലം ആരംഭിക്കുന്നത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിശൈത്യം പരകോടിയിലെത്തും. സാധാരണ മഞ്ഞുവീഴ്ച ഈ പ്രദേശത്ത് ഉണ്ടാകാറില്ല. ഇത്തവണ ഹിമപാതം കടുക്കുമെന്നാണ് തോന്നുന്നത്. ഈ നാട്ടിലെ കാലാവസ്ഥ കേരളത്തിലേതുപോലെയല്ല. പകലും രാത്രിയും തമ്മിലുണ്ടാകുന്ന വ്യത്യാസം നമ്മെ അത്ഭുതപ്പെടുത്തും. കേരളത്തിൽ 12 മാസവും ഉദയാസ്തമനങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകാറില്ല. എന്നാൽ ഇവിടെ വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. വേനൽക്കാലത്ത് രാത്രി 9 മണിക്ക് ശേഷമേ സൂര്യൻ അസ്തമിക്കൂ. മഞ്ഞുകാലത്ത് ഉച്ചയ്ക്ക് 3:30 കൂരിരുട്ടാകും. കഥകളെല്ലാം പറഞ്ഞൽപ്പം കാട് കയറി. ബസ് 7 സിസ്റ്റേഴ്സ് കൺട്രി പാർക്കിനോട് അടുക്കുകയാണ്. ഇതൊരു സംരക്ഷിത വനമേഖലയാണ്. അതിനാൽ റോഡിലെ വീതി നന്നേ കുറവാണ്. എങ്കിലും സുഖകരമായ യാത്രയാണ്. വാഹനങ്ങൾ നിരനിരയായി കടന്നു പോകുന്നു. നിരന്തരമുള്ള ഹോണടിയോ ഓവർടേക്കിങ്ങോ ഇല്ല. യുകെയിലും നമ്മുടെ നാട്ടിലും ഒരേ ഡ്രൈവിംഗ് നിയമങ്ങൾ തന്നെയാണ് ഉള്ളത്. എന്നാൽ റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിൽ ഇവിടുത്തുകാർ നന്നായി ശ്രദ്ധിക്കുന്നു. നിയമം അല്പം തെറ്റിയാൽ കനത്ത പിഴ നൽകേണ്ടി വരും. 7 സിസ്റ്റേഴ്സ് കൺട്രി പാർക്കിന്റെ കവാടത്തിൽ ബസ് ഇറങ്ങി. ഇനി കക്മിയർ ഹെവനിലേക്ക് 2 കിലോമീറ്റർ ദൂരം നടക്കണം. വിശാലമായ പുൽമേട്ടിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഇവിടുത്തെ ഇൻഫർമേഷൻ സെന്ററും സൂനിയർ ഷോപ്പും ഒന്ന് സന്ദർശിക്കണം. റോഡ് മുറിച്ചു കടന്ന് അവിടേക്ക് നടക്കുമ്പോൾ അങ്ങകലിൽ നിന്നും ഒരു 2 ബസ് താഴ്വാരത്തേക്ക് ഇറങ്ങി വരുന്നു. ഇത്തരത്തിലുള്ള ബസ്സുകൾ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഈസ്റ്റ് ബോൺ ബ്രൈറ്റൺ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. രാത്രി ഏറെ വൈകിയും ബസ് കിട്ടുമെന്നതിനാൽ സഞ്ചാരികൾക്ക് ഇവിടെ ഭയം കൂടാതെ കാഴ്ചകളിലേക്ക് പോകാം. 1400 വർഷം മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട ഒരു മത്സ്യബന്ധന ഗ്രാമത്തിന്റെ ഭാഗമായിരുന്ന കെട്ടിടമാണ് ഇന്ന് വിസിറ്റേഴ്സ് സെന്ററായി മാറ്റിയിരിക്കുന്നത്. സാക്സൺ കാലഘട്ടത്തിൽ ഈ മലനിരകളിലും പരിസരത്തും ജീവിച്ചിരുന്ന ജനതയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. ഇപ്പോഴത് സൗത്ത് ഡൗൺ നാഷണൽ പാർക്ക് അതോറിറ്റിയുടെ കീഴിലാണ്. കോവിഡിന് ശേഷം ഉദ്ദേശം 25 കോടി രൂപ മുടക്കിയാണ് ഇവിടെ നവീകരിച്ചത്. ഈ പ്രദേശത്തെ കുറിച്ചുള്ള ചരിത്രവും ഭൂമിശാസ്ത്രപരവുമായ ആധികാരിക ഗ്രന്ഥങ്ങൾ, സോവനിയറുകൾ എന്നിവയെല്ലാം ഇവിടെ നിന്നും ലഭ്യമാണ്. ഇന്ന് ഈ മേഖലയിൽ കാണുന്ന ജീവജാലങ്ങളെ കുറിച്ചുള്ള വിപുലമായ വിവരണവും ഇവിടെയുണ്ട്. ഈ ബോർഡിൽ നിന്നും 7 സിസ്റ്റേഴ്സ് മലനിരകളിലെ പ്രധാന ടൂറിസം സ്പോട്ടുകൾ മനസ്സിലാക്കാം. കക്മിയർ ഹെവൻ ട്രെക്കിംഗ് യാത്രയ്ക്ക് സഹായമായ മാപ്പാണിത്. ഏകദേശം 5 ദശലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന മാമത്തിന്റെ കൊമ്പാണിത്.
ആനയുടെ രൂപസാദൃശ്യമുള്ള ജീവിയായിരുന്നു മാമത്ത്. ഈ കൊമ്പ് ഇവിടെ നിന്ന് തന്നെ കണ്ടെടുത്തതാണ്. എന്നാൽ ഇത് പരിവേഷണം ചെയ്തെടുത്തതാര് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ രേഖകളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. വിസിറ്റേഴ്സ് സെന്ററിന്റെ നടുമുറ്റം സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള ഇടമാണ്. അതിന് തൊട്ടടുത്തായി ഒരു കഫേയും പ്രവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് വിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ കാണുന്ന വാഹനങ്ങളുടെ ബാഹുല്യം നോക്കിയാൽ ഇന്നിവിടെയുള്ള സഞ്ചാരികളുടെ എണ്ണം ഊഹിക്കാം. ഈ കൺട്രി പാർക്കിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കാണ് സഞ്ചാരികൾ പോയിരിക്കുന്നത്. കുറെ പേർ കക്മിയർ ഹെവൻ ഭാഗത്തേക്ക് പോയിരിക്കുന്നു. വേറെ ചിലർ കാടിനുള്ളിലൂടെ ചുറ്റിയടിക്കുന്നു. മറ്റു ചിലർക്ക് ഈ കാണുന്ന ജലാശയത്തിലൂടെയുള്ള യാത്രയാണ് പ്രിയം. ഞങ്ങൾ ട്രെക്കിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ കുറെ പേർ ബസ്സിൽ ഈസ്റ്റ് ബോണിലേക്ക് മടങ്ങുകയാണ്. പകൽ മുഴുവൻ ഈ പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിച്ചുള്ള മടക്കം. വിദേശ ടൂറിസ്റ്റുകളെക്കാൾ ആഭ്യന്തര സഞ്ചാരികളാണ് ഇവിടെ ധാരാളമായി എത്തുന്നത്. കക്മിയർ ഹെവനിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുകയാണ്. രാവിലെ മുതൽ അവിടേക്ക് ധാരാളം പേർ പോയിട്ടുണ്ട്. അവരെല്ലാം മടങ്ങി വരുന്ന സമയമാണ്. കനത്ത വേനലിനെ അവഗണിച്ചാണ് ഇപ്പോൾ ആളുകൾ പുറത്തിറങ്ങുന്നത്. നോക്കൂ, ഇതുപോലെ ഭൂമി വരണ്ടുണങ്ങി കിടക്കുന്നത് നമുക്ക് സാധാരണ കാഴ്ചയാണ്. എന്നാൽ ഇന്നാട്ടിൽ ഇത് പതിവുള്ളതല്ല. ചെറിയ അരുവികളും തോടുകളുമെല്ലാം വറ്റിവരണ്ട് കിടക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ലോകത്ത് വരുത്തുന്ന മാറ്റങ്ങൾ എത്ര ഭീകരമാണെന്ന് നാം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇനിയും പ്രകൃതിയെ വല്ലാണ്ട് ചൂഷണം ചെയ്താൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കും. ദൂരെ മലമുകളിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാൻ നല്ല ചന്തമുണ്ട്. കുറേയേറെ നേരം ആ കാഴ്ച കണ്ടു നിൽക്കുവാൻ തോന്നുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. വെറും സഞ്ചാരികളായി എത്തിയവർ മാത്രമല്ല, ജോലിക്കും പഠനത്തിനുമായി ഇന്നാട്ടിലെത്തിയ വിദേശികളും ഇക്കൂട്ടത്തിലുണ്ട്. ഈ വരുന്നത് ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘമാണ്. ഇവരെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് പഠനത്തിന് ഈ നാട്ടിലെത്തിയവരാണ്. എല്ലാ വേനൽക്കാലത്തും വിദേശ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠനത്തിനായി ഈസ്റ്റ് ബോണിൽ എത്താറുണ്ട്. അവർക്കായി നിരവധി സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. ഇംഗ്ലീഷ് പാരമ്പര്യം, സംസ്കാരം, ഭാഷ എന്നിവ തനിമയോടെ പഠിക്കണമെങ്കിൽ ഈസ്റ്റ് ബോൺ ആണ് ഏറ്റവും മികച്ച ഇടം. നമ്മുടെ നാട്ടിൽ ശുദ്ധമായ മലയാളം മധ്യ കേരളത്തിലാണെന്ന് പറയുന്നത് പോലെ തന്നെ മെയ് മുതൽ ആയിരക്കണക്കിന് പേർ പഠനത്തിനായി എത്തുന്ന ഈസ്റ്റ് ബോൺ വേനൽക്കാലത്ത് ഏറ്റവും സജീവമായ പട്ടണമായി മാറുന്നു. ഓഗസ്റ്റ് മധ്യത്തോടെ അവിടെ നടക്കുന്ന അന്താരാഷ്ട്ര എയർ ഷോയോടെ ഈസ്റ്റ് ബോണിലെ ആഘോഷങ്ങൾക്ക് തിരശീല വീഴും. കക്മിയർ നദിക്കരയിലേക്കാണ് ഞങ്ങൾ നടന്നെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും 1/2 കിലോമീറ്റർ പിന്നിട്ടാൽ ഇംഗ്ലീഷ് ചാനലിൽ ഈ നദി ലയിക്കും. 40 കിലോമീറ്ററാണ് കക്മിയർ നദിയുടെ നീളം. ഈസ്റ്റ് സസെക്സിലെ വാൾഡ്രൺ ഫോറസ്റ്റ് മേഖലയിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. ഹീത്ത്ഫീൽഡ്, ഹേൽഷാം, സീഫോർഡ് തുടങ്ങിയ ചെറു പട്ടണങ്ങളിലൂടെ കടന്ന് കക്മിയർ ഹെവനിൽ എത്തിച്ചേരുന്ന നദി 3/4 പങ്കും സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിലൂടെയാണ് കടന്നു പോകുന്നത്. കൃഷിക്കും കന്നുകാലി വളർത്തലിനും ഒരുപോലെ കക്മിയർ തീരം പ്രശസ്തമാണ്. ഗോതമ്പ്, ബാർലി, പച്ചക്കറികൾ എന്നിവ ഈ നദീതീരത്ത് കൃഷി ചെയ്യുന്നു. കന്നുകാലി, ചെമ്മരിയാട്, കുതിര എന്നിവയെ വളർത്തുന്ന ധാരാളം ഫാമുകൾ ഈ മേഖലയിലുണ്ട്. ചെറുകുന്നുകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശത്തിലൂടെയാണ് നദി ഒഴുകിയെത്തുന്നത്. ജലോപരിതലത്തിൽ 2 അരയന്നങ്ങൾ നീന്തി തുടിക്കുന്നു. അങ്ങകലെ കുതിരകളും ചെമ്മരിയാടുകളും കന്നുകാലികളും മേയുന്നത് കാണാം. ആ കാണുന്ന മലനിരകളിൽ ഗോതമ്പ് കൃഷിയാണ് നടക്കുന്നത്. വിളവെടുപ്പിന് ശേഷം ഇടവിളയായി പച്ചക്കറികൾ നടുവാനായി അവിടം ഒരുക്കുകയാണ്. നവംബർ പകുതി കഴിഞ്ഞാൽ മഞ്ഞുകാലം ആരംഭിക്കും. അതിനു മുമ്പ് വിളവെടുക്കാനുള്ള കൃഷികളാണ് ഇപ്പോൾ നടത്തുന്നത്. വസന്തകാലത്ത് ഡാഫോഡിൽസ് തൈകൾ പൂത്തെളിഞ്ഞു നിൽക്കുന്ന മേഖലയാണിത്. വില്യം വേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്ന കവിതയിൽ പറയുന്നത് പോലെ തടാകക്കരയിലും മരങ്ങളുടെ പരിസരത്തും എല്ലാം പിന്നെ മഞ്ഞ വസന്തമായിരിക്കും. ഇനി ഒരു അവസരം കിട്ടിയാൽ വസന്തകാലത്ത് ഒരു തവണ കൂടി ഇവിടെ എത്തിച്ചേരണം. സമയം ഇപ്പോൾ 4:30 കഴിഞ്ഞിരിക്കുന്നു. കക്മിയർ ഹെവനിൽ നിന്നും സഞ്ചാരികളെല്ലാം തിരികെ പോരുന്ന സമയമാണ്. നമ്മളെത്തുമ്പോൾ പ്രദേശം ഏതാണ്ട് വിജനമാകുമെന്നാണ് തോന്നുന്നത്. ഇതാ നോക്കൂ, കുതിരകൾ മേയുന്നൊരിടം. ആദ്യ കാഴ്ചയിൽ കോവർ കഴുതകളാണെന്നാണ് തോന്നിയത്. എന്നാൽ ഇതെല്ലാം പെൺകുതിരകളാണ്. ദൂരം നിന്നും കക്മിയർ ഹെവനിലേക്ക് ധാരാളം സഞ്ചാരികൾ ഇപ്പോഴും എത്തിച്ചേരുന്നുണ്ട്. അവരോടൊപ്പം മുന്നോട്ട് നടന്നു. കക്മിയർ നദി കടലിലേക്ക് പതിക്കുന്നിടത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഭാഗത്ത് വെള്ളം നന്നേ കുറവാണ്. നദി മുറിച്ചു കടക്കുവാനും നദിയിലേക്ക് ഇറങ്ങുവാനും ഭയപ്പെടേണ്ടതില്ല. ആ കാണുന്ന മലനിരകൾ കടന്ന് ബിൽഡിംഗ് ഗ്യാപ്പിലേക്ക് ആളുകൾ പോകുന്നു. ഏതാണ്ട് 2.5 മണിക്കൂർ പുൽമേട്ടിലൂടെ നടന്നാൽ അവിടെ എത്താം. സാഹസികരായ പലരും ബിൽഡിംഗ് ഗ്യാപ്പിലേക്ക് പോകുവാൻ ആ മാർഗമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബിൽഡിംഗ് ഗ്യാപ്പിൽ നിന്നും ഈസ്റ്റ് ബോണിലേക്ക് ബസ് ലഭിക്കും. അല്ലെങ്കിൽ വീണ്ടും 1 മണിക്കൂർ കൂടി ബീച്ച് ഹെഡ് മലമുകളിലൂടെ നടന്നാൽ ഈസ്റ്റ് ബോണിൽ എത്താം. ഇവിടെ പുസ്തകം വായിച്ചും വെയിൽ കാഞ്ഞും ധാരാളം പേരുണ്ട്. അവരുടെ എല്ലാം സ്വകാര്യത മാനിച്ച് ഷൂട്ട് ചെയ്യുന്നില്ല. നദീമുഖത്ത് ഒരു തടയിടം നിർമ്മിക്കാനാണ് ഈ ബിരുദന്മാർ പ്ലാൻ ഇടുന്നത്. വെറുതെ ഒരു നേരം പോക്കെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എങ്കിലും തങ്ങളുടെ സന്തോഷത്തിനായി അവരത് ചെയ്യുന്നു. ചാനലിലൂടെ ദീർഘമായ ബോട്ട് യാത്രയ്ക്ക് ശേഷം 2 പേർ മടങ്ങിയെത്തുകയാണ്. ഇത്തരത്തിൽ ധാരാളം പേർ ഈ മേഖലയിൽ നിന്നും കടലിലേക്ക് പോയിട്ടുണ്ട്.
ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും ഇടയിലുള്ള ഇംഗ്ലീഷ് ചാനലിൽ ഈ ഭാഗത്ത് 100 കിലോമീറ്റർ വീതിയുണ്ട്. ഈസ്റ്റ് ബോണ്ട് ഭാഗത്തേക്ക് എത്തുമ്പോൾ വീതി 80 കിലോമീറ്ററായി കുറയും. വടക്കൻ കടലിനോട് ചേർന്ന കെന്റിലെ ഡോവറിൽ എത്തുമ്പോൾ 34 കിലോമീറ്റർ ആണ് ചാനലിന്റെ വീതി. അവിടെ നിന്നാണ് യൂറോ ട്രെയിൻ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഫ്രാൻസിലെത്തുന്നത്. കടലിനടിയിലൂടെയുള്ള ആസ്വാദ്യകരമായ ഒരു ട്രെയിൻ യാത്ര. എന്നാൽ ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായ ഇംഗ്ലീഷ് ചാനൽ വടക്കൻ കടലിലേക്കാണ് നീണ്ടുകിടക്കുന്നത്. 560 കിലോമീറ്റർ നീളമുള്ള ഈ കടലിടുക്കിലൂടെയാണ് ലോകത്ത് ഏറ്റവും അധികം കപ്പലുകൾ കടന്നു പോകുന്നത്. ബോട്ടുമായി തുഴച്ചിൽക്കാർ മടങ്ങി. ഇനി അധിക സമയം ഇവിടെ ചിലവഴിക്കുന്നതിൽ അർത്ഥമില്ല. തിരികെ മടങ്ങുകയാണ്. നമ്മളിപ്പോൾ വന്ന വഴിക്ക് എതിർവശത്തുകൂടി സീഫോർഡ് ഭാഗത്തേക്കാണ് നടക്കുന്നത്. 4-5 കിലോമീറ്ററോളം നടക്കണം. ഈ യാത്രയിൽ മനോഹരമായ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കശ്മീർ ഹെവന്റെ ലോകപ്രശസ്തമായ എല്ലാ ചിത്രങ്ങളും ഈ ഭാഗത്തു നിന്നാണ് പകർത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ചാനലും ചോക്കുമലയും കുന്നുകളും താഴ്വാരങ്ങളും കശ്മീർ നദിയുമെല്ലാം ഒരേ ഫ്രെയിമിലേക്ക് എത്തുന്ന മനോഹരമായ ഇടമാണ്. രാത്രികാലത്ത് വളരെ ചുരുക്കം ആളുകൾക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യുവാൻ അനുവാദമുണ്ട്. സ്വന്തമായി കൂടാരമടിച്ച് താമസിക്കാനാവില്ല. ഈ കാണുന്ന ക്യാമ്പിംഗ് സൈറ്റുകളിലും ഇവിടെ തന്നെയുള്ള 20ഓളം ടെന്റുകളിലും കഴിയാം. വേനൽക്കാലത്തേക്കാൾ വസന്തകാലത്താണ് കശ്മീർ ക്യാമ്പിംഗ് കൂടുതൽ ആസ്വാദ്യമാകുന്നത്. ഇതാ ചെമ്മരിയാടുകൾ മേയുന്നു. ഇടത്തരം പശുക്കുട്ടിയുടെ വലുപ്പമുള്ള ആടുകളാണ്. കമ്പിളി വസ്ത്രങ്ങൾക്കായി ഇവയുടെ രോമം മുറിച്ചെടുക്കാറുണ്ട്. എങ്കിലും പ്രധാനമായും മാംസത്തിനായിട്ടാണ് ഈ മേഖലയിൽ ആടുകളെ വളർത്തുന്നത്. സൗത്ത് ഡൗൺ നാഷണൽ പാർക്കിൽ ആകമാനം ധാരാളം ഇടയ ഗ്രാമങ്ങളുണ്ട്. മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്താൽ അത്തരം ഇടയ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുവാനും താമസിക്കുവാനും സൗകര്യം ലഭിക്കും. നഗരങ്ങളുടെ തിരക്കിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ധാരാളം പേരാണ് ഇത്തരം ടൂറുകൾക്കായി ഈ മേഖലയിൽ എത്തിച്ചേരുന്നത്. നമ്മളിപ്പോൾ സീഫോർഡ് ഹെഡിലേക്ക് എത്തിയിരിക്കുന്നു. കുന്നിറങ്ങി ധാരാളം പേർ ഇപ്പോഴും കടൽക്കരയിലേക്ക് പോകുന്നുണ്ട്. ഇനി താഴ്വരയിലേക്ക് ഇറങ്ങണം. അവിടെ നിന്നും സീഫോർഡ് കടന്ന് പീസ് ഹെവനിലേക്ക് പോകണം. വളരെ സുന്ദരമായ ഗ്രാമപ്രദേശത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ താഴ്വാരത്തെ കൃഷിയിടങ്ങളും കാർഷിക ഗ്രാമങ്ങളുമാണ് ഉണ്ടാവുകയെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇത് സമ്പന്നർ താമസിക്കുന്ന ഒരു ഇടമാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ശുദ്ധവായു ആസ്വദിച്ച് താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുടെ ഗ്രാമം. അവർക്കായി മികച്ചൊരു ഗോൾഫ് മൈതാനവും ഇവിടെയുണ്ട്. 7 സിസ്റ്റേഴ്സിൽ നിന്നും പീസ് ഹെവനിലേക്ക് പോകുവാനായിരുന്നു പദ്ധതിയെങ്കിലും ഇന്നത് നടന്നില്ല. തിരികെ ഈസ്റ്റ് ബോണ്ടിലേക്ക് തന്നെ മടങ്ങി. എന്നാൽ പീസ് ഹെവൻ യാത്ര അടുത്ത ദിവസം തന്നെ ഞങ്ങൾ നടത്തിയിരിക്കുന്നു. ഇന്ന് മകൻ കൂടെയില്ല. ഞാനും ഭാര്യയുമാണുള്ളത്. പീസ് ഹെവൻ എന്ന ഈ പ്രദേശം സാധാരണ ഒരു ഇംഗ്ലീഷ് ഗ്രാമമാണ്. അധികം ആളുകൾ ഇവിടെയില്ല. ബ്രൈറ്റൺ നഗരത്തിൽ നിന്നും വെളിപ്പാട് അകലെയുള്ള ഈ സ്ഥലമായതിനാൽ ബ്രൈറ്റന്റെ ഉപനഗരം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. പ്രധാന നിരത്തിൽ നിന്നും ഇടവഴിയിലേക്ക് കയറുമ്പോൾ ദൂരെ ഒരു സ്തൂപം കാണാം. ആ സ്തൂപത്തിനുള്ളിലൂടെയാണ് 0 ഡിഗ്രി രേഖാംശം കടന്നു പോകുന്നത്. ലോകത്ത് സമയക്രമം നിശ്ചയിക്കുന്നതിൽ ഈ രേഖാംശ രേഖയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. ഭൂഗോള നിർമ്മാണത്തിലും ഗ്രീൻവിച്ച് രേഖ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ നിന്നും 46 മൈൽ അകലെയുള്ള ഗ്രീൻവിച്ചിൽ നിന്നും ആരംഭിക്കുന്ന രേഖ ഇവിടെ വെച്ച് ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടക്കുന്നു. യൂറോപ്പ്, ആഫ്രിക്ക, അന്റാർട്ടിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെയും അറ്റ്ലാന്റിക് സമുദ്രം, മെഡിറ്ററേനിയൻ കടൽ, ആർട്ടിക് സമുദ്രം, നോർവീജിയൻ കടൽ, വടക്കൻ കടൽ എന്നിവിടങ്ങളിലൂടെ രേഖ കടന്നു പോകുന്നുണ്ട്. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്ന രേഖയിൽ ഇരുപുറത്തുമായി കാലൂന്നി ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് അർദ്ധഗോളങ്ങളിലേക്ക് നമുക്ക് നിൽക്കാം. ഇവിടെ നിന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ദൂരമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് 4172 കിലോമീറ്റർ ആണ് ദൂരം. ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരാണ് ഭൂമധ്യരേഖ എന്ന ആശയം അവതരിപ്പിച്ചത്. ലോകം അത് അംഗീകരിച്ചു. എന്നാൽ രേഖാംശത്തിൽ എവിടെയാണ് പ്രൈം മെറിഡിയൻ എന്ന കാര്യത്തിൽ തർക്കം നിലനിന്നു. അതിനാൽ സമയക്രമവും ഭൂപട നിർമ്മാണവും അസാധ്യമായി. 1884 ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്ന രേഖയെ രേഖാംശ രേഖയായി അംഗീകരിച്ചു. ഇന്നത്തെ GPS അടക്കമുള്ള സംവിധാനങ്ങൾ ഈ പ്രൈം മെറിഡിയന്റെ സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത്. പീസ് ഹെവനിൽ നിന്നും ഇപ്പോൾ സീഫോർഡ് പട്ടണത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പണ്ടുകാലത്ത് കപ്പൽ കൊള്ളക്കാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. ഫ്രാൻസിൽ നിന്നും നിരവധി ആക്രമണങ്ങൾ നേരിട്ട പ്രദേശമാണിത്. ആംഗ്ലോ സാക്സൺ കാലത്ത് ഒരു പ്രധാന തുറമുഖമായിരുന്നു സീഫോർഡ്. 2ാം ലോകമഹായുദ്ധ കാലത്ത് സൈനിക പരിശീലന കേന്ദ്രമായും സീഫോർഡ് അറിയപ്പെട്ടു. 19ാം നൂറ്റാണ്ടിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇന്ന് നാം കാണുന്ന ഈ നഗരം രൂപപ്പെട്ടത്. ബ്രൈറ്റൺ, ഈസ്റ്റ് ബോണ്ട് എന്നീ 2 പ്രധാന നഗരങ്ങളുടെ നടുവിലാണ് സീഫോർഡ്. അതിനാൽ വലിയ ഹോട്ടലുകളോ താമസ കേന്ദ്രങ്ങളോ ഇവിടെയില്ല. ഈ മനോഹര ബീച്ചാണ് സീഫോർഡിന്റെ മുഖ്യ ആകർഷണം. കടൽക്കാറ്റേറ്റ് നടക്കുന്നതിനൊപ്പം ദൂരദർശിനിയിലൂടെ 7 സിസ്റ്റേഴ്സും ഇംഗ്ലീഷ് ചാനലിലെ കപ്പൽ നീക്കവുമെല്ലാം നമുക്ക് അടുത്തു കാണാം. ഇനി മടങ്ങുകയാണ്.
ഈ വീഡിയോയിലൂടെ ഞാൻ പകർത്തിയ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ആസ്വാദികരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ യാത്രകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി പ്രതീക്ഷിക്കുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ നിൽക്കുക. തൽക്കാലത്തേക്ക് വിടാം. സൈൻ ഓഫ്, സുരേഷ് ഡാൻ തോമസ്.